മോളെ പിങ്കി പിങ്കി ഓ മക്കളെ ഇങ്ങ് വാ വാ മോളെ ഓടി വാ ഇങ്ങ് വാ മോളെ ഇരിക്കേ ഇതിനെ രാംകുമാർ സാറിന് ഈ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുത്തു സാറിന് ഇങ്ങോട്ട് വരാൻ വേണ്ടി രാംകുമാർ സാർ ഇത് ലൈവ് ലൊക്കേഷൻ അയക്കണോ അതോ കറണ്ട് അയക്കണോ? സാറ് കൃത്യമായിട്ട് ഇങ്ങ് വരണം. ഓക്കെ അതൊക്കെ ഞാൻ പോയാ പോയി സാറിന് അവിടെ കിട്ടിയച്ചാ അതെ കണ്ട ടിക്ക് വീണിട്ടുണ്ട് പുള്ളി കണ്ട് ആണല്ലേ അപ്പൊ സാറ് തെറ്റാതെ ഇങ്ങ് വരും. എന്താ ഒരു ടെൻഷനാ അത് മോളെ രാംകുമാർ സാർ ആരെന്ന് അറിയാമോ? അച്ഛന്റെ സാറ് ബാങ്കിൽ ജോലിക്ക് വരുന്നതിന് മുമ്പ് പട്ടാളത്തിലായിരുന്നു. മേജർ രാംകുമാർ. എല്ലാവർക്കും പേടിയായിരുന്നു. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര കണിച്ചക്കാരനാണ്. സാറെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, പണിഷ്മെന്റ് കൊടുക്കും. ഒരിക്കൽ സാറിന് ചായ കൊടുത്തപ്പം കുറച്ച് പഞ്ചസാര കൂടിപ്പോയി എന്ന് പറഞ്ഞ് ആ പാചകക്കാരനെ 100 റൗണ്ടാണ് സാർ ഓടിച്ചത്. ആ വലിയ ഗ്രൗണ്ടിൽ ചുറ്റും തോക്കൊക്കെ തോളത്ത് വെപ്പിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അച്ഛൻ ഇന്ന് അമ്മ കുറെ ഓടുവല്ലേ മോളെ? ഇന്നലത്തെ ചായ പോലെ ആണെങ്കിൽ അമ്മ ഓടും. അത് മാത്രമല്ല സാറെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഓഫീസിൽ എല്ലാവർക്കും സാറിന്റെ പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ സൈലൻസ് ആണ്. ഒരു മുട്ടുസൂചി താഴെ വീണ സൗണ്ട് കേൾക്കാം, അത്രയ്ക്ക് സൈലൻസ് ആണ് ഓഫീസിൽ. പുള്ളി വരുമ്പോ എല്ലാവർക്കും പേടിയാണ്. അപ്പൊ ഇവിടെ വരുമ്പോഴും ഇവിടുത്തെ ഒച്ചയും ബഹളവും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണേ മക്കളെ. പിന്നെ ഇവിടെ എല്ലാം നീറ്റായിട്ട് കിടക്കണം. സാറ് വളരെ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ വേറെ കാര്യം പറയട്ടാ, ഈ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ആക്രാന്തമൊന്നും കാണിക്കില്ല. ടേബിൾ മാനേഴ്സ് ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യണം. എനിക്ക് ടേബിൾ മാനേഴ്സ് ഒക്കെ ഉണ്ട്. മോളുടെ കാര്യം എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ അച്ഛാ റിങ്കീയുടെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവക്കാണെങ്കിൽ വൃത്തി എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ല, അറിയാലോ. ഞാൻ പറഞ്ഞോളാം. സാറിന്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. സാർ വരുമ്പോ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ? ഞാൻ മാനേജ് ചെയ്യാല്ല, ഞാൻ ഉണ്ടല്ലോ ഇവിടെ. നീ ഉണ്ട്, അത് എനിക്കറിയാം. നിന്റെ ഇളക്കമൊക്കെ കുറച്ച് കുറയ്ക്കണം. എന്റെ അടുത്ത് പെരുമാറണ പോലെ അത്ര ഫ്രീ ആയിട്ടൊന്നും പോയി സാറിനൊന്നും പുറത്തുനിന്ന് ആരും വരുമ്പോ ഞാൻ അങ്ങനെ കാണിക്കാറില്ലല്ലോ. അച്ഛന്റെ സീനിയർ ഓഫീസർ മാത്രമല്ല, ഒരു പട്ടാള ചിട്ടയുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞാൻ ഡീസന്റ് ആയിരിക്കും, പക്കാ ഡീസന്റ് ആയിരിക്കും ഞാൻ. ഓക്കെ ശരി അച്ഛൻ ടെൻഷൻ ഒന്നും അറിയണ്ട, നമുക്കെല്ലാം സെറ്റ് ആക്കാം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.